രണ്ട് അലിഗേഷനാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. നിങ്ങൾ പറഞ്ഞാൽ പോരല്ലോ, ഞാൻ പറഞ്ഞത് കൂടി കേൾക്കണ്ടേ. രണ്ട് അലിഗേഷനാണ് വന്നത്. ഒന്ന്, ആദ്യം മതിയായിട്ടുള്ള സേവനം കൊടുത്തിട്ടില്ല, നമ്പർ 1. നമ്പർ 2, ഇൻകം ടാക്സും കൊടുത്തിട്ടില്ല, IGST കൊടുത്തിട്ടില്ല. IGST കൊടുത്തതിൻ്റെ തെളിവുണ്ട്. മതിയായിട്ടുള്ള സേവനം കൊടുത്തു എന്നുള്ളതാണ് ബന്ധപ്പെട്ട കക്ഷി പറയുന്നത്, ഇപ്പോഴും പറയുന്നത്. ഇനി ബന്ധപ്പെട്ട, അതും കേൾക്കൂ, ബന്ധപ്പെട്ട സർവീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധന നടന്നിട്ടില്ല. ഇനി ആ പരിശോധന ഈ കമ്പനിയാണ് ഇപ്പം നടത്താൻ പോകുന്നത്, 3 അംഗ കമ്മിറ്റി. അതിൻ്റെ മുമ്പിൽ ബന്ധപ്പെട്ട കക്ഷി ഞങ്ങൾ മതിയായിട്ടുള്ള സേവനം കൊടുത്തു എന്ന് അവർക്ക് തെളിയിക്കാൻ പറ്റും. ഇനി ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ അവാർഡ് വരുന്നതിൻ്റെ സമയത്ത് എന്തുകൊണ്ട് ഇവർ തൊളിച്ചു വെച്ചു? എന്തുകൊണ്ട് ഇവരിത് കൊടുത്തില്ല? ഇനി 3 അംഗ കമ്മിറ്റി, ഇദ്ദേഹം അടക്കമുള്ള കർണാടക നമ്മുടെ ROC ഉണ്ടല്ലോ, കർണാടക ROCയും കേരള ROCയും ചെന്നൈ ROC ആണല്ലോ അന്വേഷിക്കുന്നത്. ആ ബോർഡ് അന്വേഷിക്കട്ടെ. ആ ബോർഡ് അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ. അപ്പം ഈ രേഖ ഹാജരാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇനി ഇത് ഹാജരാക്കിയിട്ടില്ല എങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ ചോദ്യം, ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പാകെ ഇത് പറയാതിരുന്നത്? പറഞ്ഞിരുന്നു എങ്കിൽ ഇവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുമായിരുന്നോ? പ്രോസിക്യൂഷൻ നടപടി എടുക്കണമെന്ന് സെറ്റിൽമെന്റ് ബോർഡ് തന്നെ പറയില്ലേ? ഇനി വാക്യമൊക്കെ പിന്നീട് പറയാം. ഇത് കഴിയട്ടെ. ഒന്നാമത് നിങ്ങൾ ഈ പബ്ലിക് അല്ലാന്ന്, അത് സേവനത്തിനാണെങ്കിൽ CMRL കൊച്ചി ROCക്ക് വിവരങ്ങൾ കൊടുക്കാം, എക്സാലോജിക്കിന് ബാംഗ്ലൂർ ROCക്ക് കൊടുക്കാം. കൃത്യമായ അവസരമല്ല ഇത്. ഞാൻ അതിലേക്ക് അതിൽ കടന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു പറയാം. ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് പ്രകാരം AMC പ്രകാരം 2 കരാറാണുള്ളത്. ഒന്ന് കമ്പനിയും ഒന്ന് കമ്പനിയും വീടയും. കമ്പനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാക്ഷേപവും ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുമ്പിലില്ല. അതാദ്യം മനസ്സിലാക്കിക്കൊള്ളുക. റെയ്ഡിന് വന്ന സമയത്ത് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അന്വേഷണം നടത്തിയത്. ആ സമയത്ത് പോലും CMRLന്റെ ക്രെഡിബിലിറ്റി അവർ ചോദ്യം ചെയ്യുന്നില്ല. എല്ലാം മതിയായിട്ടുള്ള സേവനം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അയാൾ പറഞ്ഞത്. മതിയായിട്ടുള്ള സേവനം, അതിൻ്റെ അർത്ഥം സേവനം കിട്ടിയിട്ടില്ല എന്നുള്ളതല്ല. നിങ്ങൾ ആദ്യം സേവനം കിട്ടിയിട്ടില്ല എന്നുള്ളതല്ല, അത് അവർ ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അത് സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നം. ഇനിയിപ്പോൾ അന്വേഷിക്കുകയാണല്ലോ. ഈ അന്വേഷണം വരട്ടെ. പ്രഗത്ഭരായിട്ടുള്ള 3 ആളാണല്ലോ അന്വേഷിക്കുന്നത്. പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടിയിരുന്നത്? ആ പ്രോസിക്യൂഷൻ നടപടി എടുക്കണമെന്ന് പറയണം. എന്തുകൊണ്ട് പറഞ്ഞില്ല? അല്ല, കോടതിയിൽ വന്നതിന് ശേഷമാണല്ലോ. ഈ റിപ്പോർട്ടിൽ അവർ ശുപാർശ ചെയ്തിട്ട് ഞങ്ങളുടെ പ്രാഥമിക അന്വേഷണത്തിൽ വിവരങ്ങൾ നൽകിയിട്ടില്ല, പ്രോസിക്യൂഷൻ അഴിമതി നിരോധന നിയമപ്രകാരം നടപടി CBI അല്ലെങ്കിൽ ED വേണം എന്നുള്ള കൃത്യമായ ശുപാർശയുണ്ട്. ശുപാർശ ഇല്ല. ആദ്യ സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ ROC കൊടുക്കേണ്ടത് ഇവർക്കല്ല കൊടുക്കേണ്ടതെന്ന്. ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പാകെ 2 പ്രശ്നം വരികയാണ്. ആദ്യം മനസ്സിലാക്കൂ. ഒന്ന്, ഞങ്ങൾക്ക് ജെന്യൂൻ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഉണ്ട്. 2, ആ എക്സ്പെൻഡിച്ചർ കണക്കാക്കി ഞങ്ങൾക്ക് ഇൻകം ടാക്സ് എക്സംപ്ഷൻ കിട്ടണം. അത്തരം ഒരു ഘട്ടത്തിൽ ഇവർ പറയണ്ടേ യഥാർത്ഥത്തിൽ ഇതൊരു ഫ്രോഡ് കമ്പനിയാണ് CMRL. ഇവർക്ക് ഫ്രോഡില്ല എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞല്ലോ. ഹൈക്കോടതി പറഞ്ഞല്ലോ ഞങ്ങൾ ഫ്രോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ അതെ 212 ഇല്ലല്ലോ, 210 ഇല്ല, 210-ലാണല്ലോ ഇപ്പൊ അന്വേഷണം. റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് CPI.